പഴുത്ത പപ്പകായ കൊണ്ട് പുളിശ്ശേരി. നല്ല രസമാണ് പഴുത്ത പപ്പകായ കൊണ്ട് പുളിശ്ശേരി. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴുത്ത പപ്പകായ ഒരു ചെറിയ പപ്പകായയുടെ പകുതി മുറിച്ചതാണ് ഇത്. കുരു കളഞ്ഞ് മുറിച്ചിട്ടത്. അതിൻ്റെ കൂടെ 3 വെള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. നമ്മൾ കുറച്ച് വെള്ളം, ഇത് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു നമ്മൾ വേവിച്ചെടുക്കാം. പഴുത്ത പപ്പകായ കൊണ്ട് പുളിശ്ശേരി വെച്ചാൽ നല്ല രസമാണ്. പക്ഷേ ആൾക്കാരധികം ആരും അങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല. എൻ്റെ വീട്ടിലാരും വെച്ചിട്ടില്ല. അവരോട് ഞാൻ പറയും ഇങ്ങനെ വെച്ച് നല്ല രസമാണെന്ന് പറയുമ്പോൾ അവർ വെച്ച് നോക്കിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ. അരപ്പ് റെഡിയാക്കാം. ഒരു ചെറിയ മുറി തേങ്ങ, 3 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം കഴുകിയതാണ്, അത് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. തൈര് കൂട്ടിയിട്ട് നമ്മൾ അത് അരച്ചെടുക്കാം. തേങ്ങയും ഇതൊക്കെ ആദ്യം പൊടിച്ചെടുത്തു. എന്നിട്ട് നമുക്കിനി കുറേശ്ശെ തൈര് ചേർത്ത് അരച്ച് കൊടുക്കാം. ഇത് മിൽമയുടെ തൈരാണ്. നമ്മളെ പപ്പകായ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ല രസമാണ് ഈ പപ്പകായ പുളിശ്ശേരി, പഴുത്ത പപ്പകായ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരവും തൈരും കൂടിയിട്ടുള്ളത് നമുക്കതിൽ ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ പുളിശ്ശേരി, പപ്പകായ പഴുത്ത പുളിശ്ശേരി നമ്മളെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും പാടുള്ളൂ. വല്ലാണ്ട് കുറേ നേരമായിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇനി നമുക്ക് അതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം. ഇതിലിപ്പോൾ ഉപ്പ് ഒക്കെ കറക്റ്റാന്ന് നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുളിശ്ശേരിയിലേക്ക് നമ്മൾ കടുക് കാച്ചിയിട്ട് ഒഴിക്കുകയാണ്. ഇനി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല രുചിയുള്ള നല്ല പപ്പകായ പുളിശ്ശേരി നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. എത്ര പ്രാവശ്യം ഉണ്ടാക്കിയാലും മതിയാവില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.